എല്ലാവർക്കും A to Z വാർത്തയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ജൂലൈ 18 കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനകീയതയുടെ പര്യായമായി മാറിയ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ ഓർമ്മകൾക്ക് 2 ആണ്ട് തികയുന്ന ദിനം. അദ്ദേഹത്തിന്റെ വിയോഗം തീർത്ത ശൂന്യത കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുമ്പോഴും പുതുപ്പള്ളി എന്ന അദ്ദേഹത്തിന്റെ കർമ്മഭൂമിയിൽ നിന്നും ഉയരുന്നത് ഒരു ദുഃഖമല്ല, മറിച്ച് ഒരു ജീവിതം മുഴുവൻ ജനസേവനത്തിനായി ഒഴിഞ്ഞുവെച്ചതിന്റെ ആഘോഷപൂർണമായ ഓർമ്മകളാണ്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ കാതൽ ആൾക്കൂട്ടത്തിലെ അതിഗായകൻ എന്ന വിശേഷണത്തിൽ അടങ്ങിയിരിക്കുന്നു. ആൾക്കൂട്ടത്തിൽ അസ്വസ്ഥനാവാതെ അവരിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് ജീവിച്ച നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ജനകീയതയെക്കുറിച്ചുള്ള കഥകൾ കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസങ്ങളാണ്. തിരുവനന്തപുരത്തെ MLA ഹോസ്റ്റലിലെ 38-ാം നമ്പർ മുറിയും പിന്നീട് ജഗതിയിലെ പുതുപ്പള്ളി ഹൗസ് എന്ന് പേരിട്ട വീടും, അതുപോലെ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലായിരിക്കുമ്പോൾ താമസിക്കാറുള്ള അദ്ദേഹത്തിന്റെ സഹോദരന്റെ വീടും സാധാരണക്കാരുടെ മുന്നിൽ എപ്പോഴും തുറന്നു കിടന്നു. പരാതികൾ കേൾക്കാൻ അദ്ദേഹത്തിന് സമയവും കാലവുമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ മുഖമുദ്ര തന്നെ വേഗതയായിരുന്നു. ഒരാളുടെ ജീവിത പ്രശ്നത്തിൽ നിന്ന് മറ്റൊരാളുടെ അടുത്തേക്ക് അതിവേഗം സഞ്ചരിച്ച ഒരു ജീവിതം. അത് കേവലം ശാരീരികമായ വേഗതയായിരുന്നില്ല, മറിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ഭരണാധികാരിയുടെ പ്രവർത്തന ശൈലിയായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ പ്രവാസികളുടെ വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ആഗോളതലത്തിൽ വരെ അദ്ദേഹത്തിന്റെ കരുതലിന്റെ കൈകൾ നീണ്ടതിന്റെ ഉദാഹരണമാണ്. അവസാനമായി അദ്ദേഹത്തിന്റെ ആഗ്രഹം വിദേശത്ത് ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണശൈലിയിലെ ഏറ്റവും വിപ്ലവകരമായ പരീക്ഷണമായിരുന്നു ജനസമ്പർക്ക പരിപാടി. സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ ജില്ലയിലും 14 മുതൽ 18 മണിക്കൂർ വരെ ഒരേ നിൽപ്പ് നിന്ന് ലക്ഷക്കണക്കിന് ആളുകളുടെ പരാതികൾ കേട്ട് തത്സമയം പരിഹാരം കണ്ട ഒരു ഭരണ മാതൃകയായിരുന്നു അത്. ചുവപ്പ് നാടയുടെ കെട്ടുപാടുകളെ മറികടന്ന് സാധാരണക്കാരന് നീതി ലഭ്യമാക്കാൻ ഈ പരിപാടിക്ക് സാധിച്ചു. ഇത് അദ്ദേഹത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ഈ നൂതനമായ ഭരണരീതിക്ക് ലഭിച്ച ആഗോള അംഗീകാരമായിരുന്നു അദ്ദേഹത്തിന് 2013 ലഭിച്ച ഐക്യരാഷ്ട്രസഭയുടെ പബ്ലിക് സർവീസ് അവാർഡ്. പരമ്പരാഗത പാർട്ടി സംവിധാനങ്ങളെയും ഉദ്യോഗസ്ഥ തലത്തിലെ മെല്ലെപ്പോക്കിനെയും മറികടന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരിട്ട് പരിഹാരം കാണുന്നതിലൂടെ അദ്ദേഹം തന്നോട് വ്യക്തിപരമായി കടപ്പെട്ട ഒരു വലിയ ജനവിഭാഗത്തെ സൃഷ്ടിച്ചു. ഇത് അദ്ദേഹത്തെ പാർട്ടിക്കകത്തും പുറത്തും ഒഴിച്ചുകൂടാനാവാത്ത ശക്തിയാക്കി മാറ്റി. അദ്ദേഹത്തിന്റെ സമകാലികനായ രമേശ് ചെന്നിത്തലയുടെ വാക്കുകളിൽ കേരളത്തിലെ MLA-മാരെ ഒരു ജനകീയ സ്വഭാവത്തിലേക്ക് നയിച്ചത് ഉമ്മൻചാണ്ടിയാണ് എന്നാണ്. ഈ പ്രസ്താവന അദ്ദേഹത്തിന്റെ സ്വാധീനത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം പുതുപ്പള്ളിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അഭേദ്യമായ ബന്ധമാണ്. 1970 തന്റെ 27-ാം വയസ്സിൽ ആദ്യമായി നിയമസഭയിലേക്ക് എത്തിയതു മുതൽ 2021 വരെ നടന്ന 12 തെരഞ്ഞെടുപ്പുകളിലും ഒരേ മണ്ഡലത്തിൽ നിന്ന് ഒരു തവണ പോലും പരാജയമറിയാതെ 53 വർഷം നിയമസഭാംഗമായി തുടർന്നു. 1978 ദിവസം നിയമസഭാംഗമായിരുന്ന അദ്ദേഹം KM മാണിയെ മറികടന്ന് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം സാമാജികനായിരുന്ന വ്യക്തി എന്ന റെക്കോർഡിന് ഉടമയായി. KSU പ്രവർത്തകനായി തുടങ്ങി 1958 ഒരെണ്ണ സമരത്തിലൂടെ രാഷ്ട്രീയ രംഗത്ത് സജീവമായ അദ്ദേഹം കേരള രാഷ്ട്രീയത്തിന്റെ അരനൂറ്റാണ്ട് കാലത്തെ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ജനകീയ നേതാവെന്ന പ്രതിച്ഛായയ്ക്കപ്പുറം ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി കൂടെയായിരുന്നു ഉമ്മൻചാണ്ടി. 2 തവണ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. 2004 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയും. 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തെ തുടർന്ന് AK ആന്റണി രാജിവെച്ച ഒഴിവിലും 2011 കേവലം 2 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിലുമായിരുന്നു അദ്ദേഹം അധികാരമേറ്റത്. ഈ 2 പ്രതികൂല സാഹചര്യങ്ങളിലും അദ്ദേഹം തന്റെ ഭരണപാടവം തെളിയിച്ചു. കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഉമ്മൻചാണ്ടിയുടെ കയ്യൊപ്പുള്ള നിരവധി ബൃഹത് പദ്ധതികളുണ്ട്. കൊച്ചി മെട്രോ, വിഴിഞ്ഞം തുറമുഖം, സ്മാർട്ട് സിറ്റി കൊച്ചി, കണ്ണൂർ വിമാനത്താവളം തുടങ്ങിയ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുകയോ വേഗത നൽകുകയോ ചെയ്തത്
അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ്. വികസനത്തോടൊപ്പം സാധാരണക്കാരെയും അദ്ദേഹം ചേർത്ത് പിടിച്ചു. കർഷക തൊഴിലാളി പെൻഷൻ, തൊഴിലില്ലായ്മ വേതനം എന്നിവ എല്ലാ മാസവും കൃത്യമായി നൽകാൻ തീരുമാനിച്ചതും പാവപ്പെട്ട രോഗികൾക്ക് ആശ്വാസമായിരുന്ന കാരുണ്യ ബെനവലന്റ് ഫണ്ട് പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കിയതും അദ്ദേഹത്തിന്റെ ഭരണത്തിന് ഒരു മാനുഷിക മുഖം നൽകി. സൗമ്യനും ജനകീയനുമായ നേതാവ് എന്നതിനപ്പുറം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അതികായകനായ ഒരു തന്ത്രശാലിയായ നേതാവ് കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ എ ഗ്രൂപ്പിന്റെ അനിഷേധ്യ നേതാവായിരുന്നു അദ്ദേഹം. പാർട്ടിക്കുള്ളിലെ സങ്കീർണമായ അധികാര സമവാക്യങ്ങളെ നിയന്ത്രിക്കുന്നതിൽ അസാമാന്യ പാടവം അദ്ദേഹം കാണിച്ചു. ഉമ്മൻചാണ്ടിയുടെ വിയോഗം കോൺഗ്രസ് പാർട്ടിയിൽ സൃഷ്ടിച്ചത് കേവലം വൈകാരികമായ ഒരു നഷ്ടമല്ല, മറിച്ച് തന്ത്രപരവും പ്രവർത്തനപരവുമായ ഒരു വലിയ ശൂന്യതയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളകളിൽ സംസ്ഥാനത്തിന്റെ മുക്കിലും മൂലയിലും ഓടിയെത്തി പ്രവർത്തകരെ സജീവമാക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഇന്ന് പാർട്ടിക്ക് നഷ്ടമായിരിക്കുന്നു എന്ന് ബെന്നി ബെഹനാനെ പോലെയുള്ള നേതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിവുള്ള പാർട്ടിയുടെ അവസാന വാക്കായിരുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിലെ രക്ഷകനെയാണ് കോൺഗ്രസിന് നഷ്ടമായത്. ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി മാത്രമെന്ന സഹപ്രവർത്തകരുടെ വിലയിരുത്തൽ ഈ നഷ്ടത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. വിശ്രമമില്ലാത്ത വ്യക്തിപരമായ അധ്വാനത്തിൽ കെട്ടിപ്പടുത്ത അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രീതി അനുകരിക്കാൻ എല്ലാവർക്കും പ്രയാസവുമാണ്. ഉമ്മൻചാണ്ടിയുടെ ജീവിക്കുന്ന പൈതൃകത്തിന്റെ ഏറ്റവും ശക്തമായ പ്രതീകം അദ്ദേഹത്തിന്റെ മരണശേഷം 2023 നടന്ന പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടിയുമ്മൻ നേടിയ 37,719 എന്ന ചരിത്ര ഭൂരിപക്ഷം കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിരുന്നില്ല. അത് പുതുപ്പള്ളിയിലെ ജനത തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിന് നൽകിയ ഒരു ഹൃദയപൂർവമായ അംഗീകാരമായിരുന്നു. 53 വർഷത്തെ അദ്ദേഹത്തിന്റെ സേവനത്തിനുള്ള നന്ദിയും രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം നേരിട്ട ആരോപണങ്ങൾക്കുള്ള മരണാനന്തര മറുപടിയുമായിരുന്നു ആ ജനവിധി. 2 വർഷങ്ങൾക്കിപ്പുറവും ഉമ്മൻചാണ്ടിയുടെ കബറിടം ഒരു തീർത്ഥാടന കേന്ദ്രമായി തുടരുന്നതും അദ്ദേഹത്തിന്റെ പേര് ജനങ്ങളിൽ ശക്തമായ വൈകാരികത സൃഷ്ടിക്കുന്നതും എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം കേവലം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. രാഷ്ട്രീയ തന്ത്രജ്ഞൻ, ഭരണപരമായ ദീർഘവീക്ഷണം, എല്ലാത്തിനും ഉപരിയായി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും സ്പർശിച്ച ആഴത്തിലുള്ള മനുഷ്യത്വം എന്നിവയുടെ സങ്കലനമായിരുന്നു ഉമ്മൻചാണ്ടി. വാസ്തവത്തിൽ അദ്ദേഹം ഒരു നീതിമാനായിരുന്നു. അദ്ദേഹത്തിന്റെ കല്ലറയിൽ അത് എഴുതി വെച്ചിട്ടുമുണ്ട്. പുതുപ്പള്ളിയുടെ പുണ്യവും ജനഹൃദയങ്ങളിലെ കെടാവിളക്കുമായി ആ ഓർമ്മകൾ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. ഭാവിയിലെ പൊതുപ്രവർത്തനങ്ങൾ അളക്കപ്പെടുന്ന മാനദണ്ഡമായി, അസ്തമിക്കാത്ത ഒരു സൂര്യനായി അദ്ദേഹം ഇന്നും ജനങ്ങൾക്കിടയിൽ ഈ കേരളത്തിൽ നിലകൊള്ളുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.